നമുക്കൊരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. സാധാരണ ഞാൻ കെറ്റില് എല്ലാം തിളച്ചിട്ട് കെറ്റില് കേടായി ശരിയാക്കാൻ കൊടുത്തിട്ടും പിന്നെയും കേട്. ഞാൻ നല്ലൊരു ഇഞ്ചി കഷ്ണം ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇഞ്ചി വെയിറ്റ് ലോസിന്, ഇൻഫ്ലമേഷൻ ഒക്കെ നല്ലതാണ്. അസിഡിറ്റി ഉള്ളവർ അധികം ഇഞ്ചി ഉപയോഗിക്കണ്ട. എനിക്ക് അസിഡിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇടുന്നു. ഇത് ഞാൻ ജീരകമുണ്ട്, 2 ടൈപ്പ് ജീരകമുണ്ട്, ഉലുവയുണ്ട്, മല്ലിയുണ്ട്, അജ്വാനുണ്ട്, ഇത്രയും സാധനം ഞാനിട്ട് സ്പൂണിൽ മിക്സ് ചെയ്ത് ബോട്ടിൽ വെച്ചേക്കുക. വെറൈറ്റീസ് അത് മിക്സ് ചെയ്ത് ഞാനൊരു ബോട്ടിലിൽ ഇട്ട് വെച്ചു. ബോട്ടിൽ കാണാറില്ല, എവിടെ തിരിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, എവിടെ തലക്കിട്ടെ. അന്നേരം അതെല്ലാം കൂടെ ഫിൽറ്ററിൽ അരിപ്പയിൽ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂൺ ഇട്ടു. അതെന്നിട്ട് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇട്ടു. ഓക്കെ ഓക്കെ, ഇതിൻ്റെ കൂടെ കുറച്ച് പെപ്പറും കൂടി ഇടണേ. കണ്ടോ പെപ്പർ? ഇത് ഞാൻ കുറച്ചധികം വെള്ളം വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇത്രയും ഇടണേന് കുഴപ്പമൊന്നുമില്ല. ഒരു ഗ്ലാസ്സിനൊന്നും ഇത്ര ഇടരുത്. നന്നായിട്ട് വണ്ണമുള്ളവര് പ്രത്യേകിച്ചും ഇങ്ങനെ കുറച്ചധികം വെള്ളം തിളപ്പിച്ച് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ചൂടാക്കി കുടിക്കുക. അന്നേരം ഇത് കുടിക്കുമ്പോൾ ചൂട് വേണം, മറക്കരുത്. ഒരു ദിവസം 2 ദിവസം കുടിച്ചിട്ടൊന്നും കാര്യമില്ല കേട്ടോ. ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം, ഭയങ്കര വണ്ണമുള്ളവർക്ക് 1 മാസം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നല്ല സാധനമാണ്. കുറച്ച് മഞ്ഞളും കൂടെ, ഞാൻ പച്ചമഞ്ഞൾ ഉണ്ടെന്ന് ഓർത്തു, പക്ഷേ ഇല്ലായിരുന്നു. സോ അന്നേരം നമ്മുടെ ഈ സാധാ മഞ്ഞൾ ഇട്ടു. ദാറ്റ്സ് ഇറ്റ്. ഇത് നമ്മൾ നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെക്കുക. അന്നേരം വലിയ ടേസ്റ്റും കുന്തമൊന്നും ഉണ്ടാവില്ല കേട്ടോ, പക്ഷെ നന്നായിട്ട് വെയിറ്റ് ലോസിന് ഒത്തിരി പ്രയോജനമുള്ള സാധനം. ട്രൈ ചെയ്യാൻ മറക്കരുത്. ഞാൻ കാണിച്ചു തരാം തിളച്ചിട്ട്. ഓ, തിളച്ച് മറിയുക, തിളച്ച് മറിക്കണം ശരിക്കും. കണ്ടോ? സോറി, തിളച്ച് മറിഞ്ഞ വെള്ളമാണ്. നന്നായിട്ട് തിളച്ച് മറിയണം. വെയിറ്റ് ലോസ് ഡ്രിങ്ക് ആണ്. സിമ്മിൽ വെച്ചിട്ട് തിളയ്ക്കും. തിളച്ചു എന്ന് വെച്ചാൽ അപ്പം തന്നെ ഓഫ് ചെയ്യരുത്, സിമ്മിൽ വെക്കണം. സിമ്മിൽ വെച്ച് നന്നായിട്ട് തിളച്ച് വന്നിട്ട് വേണം ഓഫ് ചെയ്യാനായിട്ട്.